പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, നിത്യവൃത്തിക്ക് വകയില്ലാത്തവരുണ്ട്. എല്ലാ മേഖലകളിലും വിഷമിക്കുന്ന മക്കള്. ഇക്കാലങ്ങളിൽ ഏറ്റവും വലിയ ദുരന്തം ചെറിയവരെ തിരക്കാൻ ഉള്ള സംവിധാനങ്ങൾ പ്രവർത്തനക്ഷമമല്ല എന്നുള്ളതാണ്. ചിലര് പ്രത്യേക ഏജൻസിനെ വെച്ചുകൊണ്ട് ഇവിടെ ദരിദ്രരില്ല, രോഗികളില്ല, ഇവിടെ എല്ലാം ഒന്നാം സ്ഥാനത്തെ കുതിക്കണം എന്നുള്ള ഒരു മിഥ്യാധാരണ വരുത്തിയിട്ട് അതിൻ്റെ പിന്നിൽ ഏറ്റവും ദരിദ്രനെയും ഓരം കെട്ടി കിടക്കുന്നവനെയും അവനെ അഡ്രസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു സാമൂഹ്യമായി അന്ധകാരം നാടിനെ വ്യാപിക്കുന്നുണ്ട്. കർത്താവേ, അത് എല്ലായിടത്തും അതുണ്ട്. ഒരിടത്തും ഒരു സ്റ്റേറ്റിലും മാത്രമല്ല, ഈ രാജ്യത്ത് തന്നെ ഇങ്ങനെയുള്ള കുറേ ഏജൻസികൾ ഇരുന്നുകൊണ്ട് മിഥ്യാബോധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾ അവലംബമില്ലാതെ ഉഴറുകയും തെറ്റായ തീരുമാനങ്ങൾ കാരണം ഉള്ള തൊഴിലിടങ്ങൾ വരെ അടച്ചു പൂട്ടുന്നതിൻ്റെ ഭീതിയിലിരിക്കുന്നു. എല്ലാം അടച്ചുപൂട്ടി ഇനിയിപ്പോൾ ആരോഗ്യ മേഖലയും സമരം ചെയ്ത് അടച്ചു പൂട്ടിക്കുകയാണ് തൽപര കക്ഷികൾ. ഓരോരോ കാരണങ്ങൾ പറഞ്ഞു. നാളെ ഈ രാജ്യത്ത് ഒന്നിനും മുതൽ മുടക്കാൻ ആരും ഉണ്ടാകത്തില്ല. അപ്പോഴും ഈ രാജ്യം ഒന്നാം സ്ഥാനത്താണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. സർക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ വലിയ ഒരു രാഷ്ട്രീയ ഇരുട്ടിലും സാമൂഹ്യ ഇരുട്ടിലും ഒരു ജനത പെട്ടുപോകുന്ന അവസ്ഥ. ദൈവമേ, നിന്റെ മക്കളും രാജ്യം വിട്ടുപോകുന്നു. ഞങ്ങളുടെ ഭരണാധികാരികൾ ആര് തന്നെയാണോ ഈ രാജ്യം
ഈ നാടിന് ഭരിക്കാൻ പോകുന്ന അവർക്ക്, ആര് ഭരിച്ചാലും അവർക്ക് സത്യസന്ധമായ മാർഗങ്ങളെ ജനങ്ങളുടെ ശ്രേയസ്സിനും എല്ലാവരെയും സന്ധിക്കാൻ ആവശ്യമായ മാർഗം കാണിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ വിഷ്ണു എന്ന് പറഞ്ഞൊരു മകനെ ഒരു സാക്ഷ്യം പറഞ്ഞ്, എൻ്റെ പേര് വിഷ്ണു രവിയ. വിഷ്ണു രവിയുടെ വിഷയം എന്ന് പറയുന്നത്, അവൻ പട്ടാളക്കാരനാണ്. പക്ഷെ പട്ടാളത്തിൽ ശമ്പളം അവൻ്റെ കടങ്ങൾ പരിഹരിക്കാൻ മാത്രമേ വലിയ ശമ്പളം കിട്ടണില്ല. അപ്പോൾ അവൻ എന്നാ ചെയ്തത്, ഒരു ദിവസം വിഷ്ണു 14 കൊല്ലമായി പട്ടാളത്തിലായിട്ട്, ചെറുപ്പക്കാരനാണ്, മിടുക്കനാണ്. ഇപ്പോൾ 14 കൊല്ലം കഴിഞ്ഞപ്പോൾ വിഷ്ണുവിന് തോന്നി, ആരോ പറഞ്ഞ്. അപ്പോൾ ഒരു കൂട്ടുകാരൻ ഒരു ദിവസം വിഷ്ണുവിനെ നാട്ടിൽ ലീവിന് വന്നപ്പോൾ ഒരു കൂട്ടുകാരെ കണ്ട്, നീ എവിടെ പോകണ്ടെന്ന് ചോദിച്ചു. ഞാൻ പരീക്ഷയാണ്, ആലപ്പുഴ ഒരു പള്ളിയിൽ പോകണം. അപ്പോൾ ഏത് പള്ളി? അത് കൃപാസനം പള്ളി. അപ്പോൾ നീ തന്നെ ഉണ്ടാന്ന് ചോദിച്ചു. അപ്പോൾ ഇവനും കൂടി വന്ന് ഇവിടെ മുട്ടുകുത്തിയപ്പോൾ മാതാവ് അപ്പം തന്നെ അവന് ഭയങ്കര സിൻസിയറായിട്ടുള്ള ആളായ കാരണം മാതാവ് അവനെ തോണ്ടി. അതാണ് അവൻ പിന്നെ പോയിട്ട് തിരിച്ചു പോയെങ്കിലും ഇവിടെ കൂട്ടുകാരിവിടെ വന്നതാണ്. പക്ഷേ തിരിച്ചു പോയപ്പോൾ അവനൊരു കാശ്മീരിലാണ് വർക്ക് ചെയ്യണത്. ഒരു സാക്ഷ്യം കണ്ട്. ആ സാക്ഷ്യം കണ്ടപ്പോൾ ഭയങ്കര പിന്നെ അയ്യോ ഇത്രയും വലിയൊരു സ്ഥലത്താണല്ലോ ഞാൻ പോയത് എന്ന് വിചാരിച്ചുകൊണ്ട്, മാതാവേ എനിക്ക് ലീവ് വേണം. അപ്പോൾ ലീവ് കിട്ടത്തില്ല, ലീവ് കഴിഞ്ഞ് ചെന്നതേ ഉള്ളൂ. മാതാവ് ഞാൻ കൃപാസനത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അമ്മ എനിക്ക് ലീവ് തന്നെ വന്നും ഇവൻ മാതാവിനോട് പറഞ്ഞു. ആൾക്കാർ ഇവിടെ ആരെങ്കിൽ ഇപ്പോൾ രസമാണ് ഭയങ്കര ഈ മാതാവായിട്ട് ബന്ധമുള്ള ആൾക്കാർ എപ്പോഴും മാതാവിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മാതാവിനോട് പറഞ്ഞ്, ഞാൻ കൃപാസനത്തിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ലീവ് അനുവദിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് കിട്ടാറില്ല ശരിക്കും, ഇപ്പോൾ ലീവ് വന്ന് പോയതല്ലേ ഉള്ളു. അപ്പോൾ എന്നിട്ട് അതിന് പകരം ഞാൻ അവൻ ഉടമ്പടിക്ക് മുമ്പ് ഒരു പ്രീ കവനൻ്റ് ചെയ്ത് അമ്മയുമായിട്ട്, അമ്മ എനിക്ക് ലീവ് തരുമെങ്കിൽ ഞാൻ കൃപാസനത്തിൽ എത്തണ വരെ മീനും ഇറച്ചിയും ഉപയോഗിക്കത്തില്ലെന്ന് പറഞ്ഞു. അത് അവൻ്റെ ഒരു ഉടമ്പടിയാണ്. എനിക്ക് ഈ ആൾക്കാർ ചെയ്യണ കാര്യങ്ങളെ അവർ ഉടമ്പടി എടുത്തിട്ടില്ലൊക്കെ മാതാവുമായിട്ടൊരു ഉടമ്പടിയാണ്. അവന് ഒരു 3 ആഴ്ചയപ്പോൾ തന്നെ ലീവ് അനുഭവിച്ചു. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അവൻ ഇവിടെ വന്നു, ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ഏത് രാജ്യത്ത് പോകണമെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ ജർമ്മനി എന്ന് അവൻ്റെ മനസ്സിൽ തോന്നിച്ച്. അവൻ വിചാരിച്ചിട്ട് അവനത് എഴുതി വെച്ച് അവൻ ഉടമ്പടി എടുത്ത്. പക്ഷെ ഉടമ്പടി എടുക്കുമ്പോൾ വിഷ്ണു ചെയ്ത കാര്യമാണ് പ്രശ്നം. വിഷ്ണു ഉടമ്പടി എടുക്കുമ്പോൾ
ഉടമ്പടി സീരിയസ് ആണെന്ന് വരുത്താൻ. ഇപ്പം ചില ആൾക്കാർ കൃപാസനം വെച്ചാൽ വണ്ടി പോണേ എളുപ്പം പറയുന്നില്ലേ, അതൊക്കെ ഉടമ്പടിയല്ലേ. ഇതേ വയ്യായ്മ കൃപാസനത്തിൽ പണി ഉണ്ടാക്കാൻ വന്ന പാർട്ടിയാണത്. പക്ഷേ ഇവൻ അങ്ങനെയല്ലേ, ഇവൻ സത്യസന്ധനാണ്. ഇവൻ ഉടമ്പടിത്ത് എങ്ങനെയാണെന്നറിയോ, 2.5 ദിവസം എടുത്ത് ഈ കോതമംഗലത്ത് നിന്ന് കാൽനടയായിട്ടാണ് വന്നിരിക്കണത്. 80 കിലോമീറ്ററുണ്ട്. അവൻ രാത്രി നടക്കണ്. രാത്രി ഞാൻ പറയണേ, എനിക്ക് രാത്രി ഉറക്കം വരുന്നുണ്ട്. ഞാൻ എന്തായാലും നടന്ന് ഒരു ദിവസം ചെന്നപ്പോൾ എൻ്റെ കണ്ണ് തുറന്നപ്പോൾ നോക്കിയപ്പോൾ കുഴി. മാതാവ് എന്നെ കുഴിയിൽ നിന്ന് മാറ്റി. പിന്നെ ഞാൻ നടന്നു. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ആൾക്കാരുടെ അവസ്ഥയെ. അവർ ദൈവത്തോട് സത്യസന്ധമായിട്ട് ഡീൽ ചെയ്യണത്. അല്ല, ദൈവത്തെ ഒരു അടയാളം കാണിക്കട്ടെ, എന്നിട്ട് ഞാൻ അടുത്തത് പത്രം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഈ മതപ്പനിക്കാർ വന്ന് നടപടിക്കണില്ലേ, അതുപോലുള്ള പരിചാരികളുടെ കാലം കൃപാസനത്തിൽ കഴിഞ്ഞിരിക്കണം തോന്നുന്നു. ഇപ്പോൾ വന്ന ആൾക്കാരെല്ലാം ഇടിവെട്ട ആൾക്കാരാണ്. അവർ വന്നിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ എന്ത് ചെയ്യും? പിന്നെ പോയി 2ാം പ്രാവശ്യം വരുമ്പോൾ അമ്മയടുത്ത് കുറച്ച് ദിവസം നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വാടക നിന്നിട്ട് ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യരുത്. അതിനുശേഷം പിന്നെ 150 പത്രം മേടിച്ച് പിന്നെ ഇവിടുന്ന് നടന്ന് കോതമംഗലം വരെ പോയി അവിടെ നിന്നുള്ളിൽ 150 പത്രം ആൾക്കാരൊക്കെ പറഞ്ഞു കൊടുത്തു. എന്ത് സ്പീഡാണ് ആളിപ്പോൾ ഞായറാഴ്ച ഇത് പറയേണ്ട സമയത്ത് അവൻ ജർമ്മനിലേക്ക് പോവുകയാണ്. ഭൗതിക കാര്യങ്ങൾ നേടാൻ വേണ്ടി ദൈവത്തിൻ്റെ അടുത്ത് ഇങ്ങനെ അഭ്യാസം കാണിക്കണം എന്നല്ലേ പറയണത്. ഇതിൻ്റെ പിന്നിലെല്ലാം ഒരു ആത്മാർത്ഥമായ റിലേഷൻസ് ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ദൈവത്തെ പരീക്ഷിക്കാൻ പറ്റുന്നവൻ കുറച്ച് വരച്ച് അനുഭവിക്കുന്നവരെന്നല്ലാതെ സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ്. സങ്കീർത്തനം 145:18 തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അതാണ് വിഷയം. ഹൃദയ പരമാർത്ഥതയെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അപ്പോൾ ഉടമ്പടി നമ്മൾ കാണിക്കേണ്ടത് ഈ പരമാർത്ഥതയാണ്. പരമാർത്ഥത പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കണം. എന്നാൽ പിന്നെ ഒരു പ്രശ്നവും ഇല്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. അത് ഈശോയുടെ സ്നേഹത്തിൽ നിറഞ്ഞ് അവരെ സ്നേഹിക്കുക. തിരിച്ച് സംസാരിക്കരുത് അവരോട്. അവർ തെറ്റ് ചെയ്താലും നീ ക്ഷമ ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മക്കളാകുമ്പോഴത്തേക്കും മറ്റുള്ളവർ തെറ്റ് ചെയ്യുമ്പോഴത്തേക്കും മറ്റുള്ളവർ നിന്നെക്കുറിച്ച് കുറ്റം പറയുമ്പോഴത്തേക്കും നീ ന്യായീകരിക്കാൻ പോകരുത്. പ്രൈസ് ദി ലോർഡ്. അതാണ് കുരിശ് ചുമക്കുക. നീ ന്യായീകരിക്കുമ്പോൾ നിൻ്റെ വേദന കുറയും. വേദന കുറഞ്ഞാൽ നിനക്ക് ഒരാളെയും സ്നേഹിക്കാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വേദന വെച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹം കൊണ്ട് ആ വേദനയെ മാറ്റി, ആ വേദന നിനക്ക് മാറിപ്പോവും. എന്നിട്ട് അങ്ങോട്ട് കൊടുക്കുക ആ സ്നേഹത്തെ, ആ ക്ഷമയെ. ഈശോയുടെ ക്ഷമ വാങ്ങിച്ച്, ഈശോ നിന്നെ ക്ഷമിച്ചിരിക്കുക, ആ ക്ഷമ വാങ്ങിച്ച് നീ അങ്ങോട്ട് കൊടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. ഈശോ നിന്നോട് കരുണ കാണിച്ചിരിക്കുക, ആ കരുണ എടുത്ത് നീ അങ്ങോട്ട് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതാണ്, ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നീ എൻ്റെ വചനം പാലിക്കുമ്പോഴത്തേക്കും നീ എന്നെ സ്നേഹിക്കുക. എന്നെ സ്നേഹിക്കുന്നവരും എൻ്റെ വചനം പാലിക്കും. അവരിൽ ഞാൻ വന്ന് കുടിയേറും, ഞാൻ അവരിൽ വസിക്കും. അപ്പോൾ ദൈവം വസിക്കുമ്പോഴത്തേക്കും നീ പിന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. ദൈവം ആദ്യം പറഞ്ഞ പോലെ 1 പത്രോസ് 5:7 നീ ഒന്നിലും വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ നിന്നിൽ ശ്രദ്ധാലുവാണ്. എന്തുകൊണ്ടാണ് ഞാൻ ശ്രദ്ധാലു? ഞാൻ നിന്നിൽ വസിക്കുകയാണ്. നിനക്ക് ആവശ്യമുള്ളത് എന്ത്? നിനക്ക് ഇപ്പോൾ കാനഡയിൽ പോകുന്നതാണ് നല്ലതാണെങ്കിൽ ദൈവം അത് നടത്തിത്തരും. പ്രൈസ് ദി ലോർഡ്. നീ ആഗ്രഹിക്കുന്ന ഭവനത്തെക്കാളും വലിയ ഭവനം ദൈവം വെച്ച് തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് എത്ര തന്നെ കടബാധ്യത ആയിക്കോട്ടെ, അതൊക്കെ നിനക്ക് ആ ഇഞ്ചക്ഷനാണ്. നിന്നെ സൗഖ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ദൈവം അനുവദിച്ച് തന്നിട്ടുള്ളതാണ്. അതെല്ലാം ദൈവം മാറ്റിക്കൊടുത്ത് നീ പലവരെയും സഹായിക്കുന്നവരായിട്ട് നിന്നെ മാറ്റിത്തരും ദൈവം. പ്രൈസ് ദി ലോർഡ്. അതിന് നീ ചെയ്യേണ്ടത് പരസ്പരം സ്നേഹിക്കുക. ആദ്യം അത് തുടങ്ങേണ്ടത് നിൻ്റെ കുടുംബത്തിലാണ്. നീ പരസ്പരം സ്നേഹിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി എടുക്കുന്നവർ ആദ്യം കരുണ കാണിക്കേണ്ടത്, അത് കാരുണ്യം കാണിക്കേണ്ടത് നിൻ്റെ കുടുംബത്തിലാണ്, നിൻ്റെ അടുത്തുള്ളവരാണ്. നിൻ്റെ അടുത്താര് നിൽക്കണം? നിൻ്റെ ജോലിക്കാരോടാണ്, നിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരാണ്, നിൻ്റെ കൂടെ താമസിക്കുന്നവരാണ്, നിൻ്റെ ഗ്രൂപ്പിൽ താമസിക്കുന്നവരോടാണ്. അതാണ് ആദ്യം. നിൻ്റെ അയൽക്കാരോടാണ്, അടുത്ത് നിൽക്കുന്നവരോട്, അവരോട് പോയി നീ ക്ഷമ പറയുക. പ്രൈസ് ദി ലോർഡ്.
അത് ക്ഷമ പറയേണ്ടത് നീ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നിന്നെ ക്ഷമിച്ച് നിനക്ക് ക്ഷമ തന്നിട്ടുണ്ട് ദൈവം. നിൻ്റെ കയ്യിൽ ആ ഒരു ബോധ്യം ഉണ്ടാവണം. അതെടുത്തിട്ടാണ് നീ ക്ഷമിക്കേണ്ടത്. ആരെങ്കിലും അതിന് ചെയ്യേണ്ടത് ഒന്ന് കണ്ണുപൂട്ടിയിട്ട് ഒരു വിശ്വാസപ്രമാണം ചൊല്ലി ഒരു കൊന്ത ചൊല്ലുമ്പോഴത്തേക്കും ഈശോയുടെ കുരിശ് മരണം ധ്യാനിക്കുക. ആ ധ്യാനിക്കുമ്പോഴത്തേക്കും നിൻ്റെ ഹൃദയം സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കും. അപ്പോൾ അവരോട് ക്ഷമ പറയുക. പ്രൈസ് ദി ലോർഡ്. നീ തിരിച്ച് തിടുക്കം കാണിച്ച് തിരിച്ച് പറയാൻ നിൽക്കരുത്. ഉടമ്പടിക്കാലത്ത് ഒരു കാരണവശാലും ഒരാളെയും കുറ്റപ്പെടുത്തരുത്, നിന്നെ ന്യായീകരിക്കാൻ പോകരുത്. നീ ഒരു കാരണവശാലും അത് ചെയ്യരുത്. കുരിശില്ലാതെ ഒരാളെ സ്നേഹിക്കാൻ സാധിക്കില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടിക്ക് വരുമ്പോൾ ദൈവമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതൊക്കെ സെക്കൻഡറിയാണ്. ആദ്യം നമ്മൾ ദൈവമായിട്ട് അടുക്കാൻ വന്നിരിക്കുക, ദൈവമായിട്ട് അടുപ്പം ഉണ്ടാക്കാൻ. ആ ഒരു ബോധ്യം നമുക്ക് വേണം. ദൈവം അകലെയില്ല, നമ്മളെ അടുത്താണ്. നമ്മൾ അവബോധം പോലെ ഉണ്ടാകും. അതേപോലെ ഉടമ്പടിക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പല അനുഗ്രഹങ്ങളും നമ്മളെല്ലാം അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കണം. കൃപയൊക്കെ നിത്യജീവനെക്കുറിച്ചൊക്കെ ആൾക്കാർക്ക് അതിനുള്ള ധാരണയൊക്കെ കുറവാണ്. പക്ഷെ ദൈവം നിത്യജീവനും തരും. നിത്യജീവനാണ് ദൈവം തരാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കൃപയാണ് ലഭിക്കുന്നത്. കൃപ കിട്ടുന്നത് നിത്യജീവന് വേണ്ടിയിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ പല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെല്ലാം ഈ തടസ്സപ്പെട്ടിരിക്കും. നമുക്കുള്ള അനുഗ്രഹങ്ങളൊക്കെ ദൈവം മുൻകൂട്ടി തന്നെ നമുക്ക് തന്നിരിക്കുകയാണ്. പക്ഷെ അത് നമ്മളെ കയ്യിലേക്ക് ലഭിക്കാൻ ചില തടസ്സമുണ്ട്. അത് ഈശോ പറഞ്ഞിട്ടുണ്ട് മത്തായി 6:8, നീ ചോദിക്കുന്നതിന് മുമ്പേ നിൻ്റെ കർത്താവിനെ, നിൻ്റെ ദൈവത്തിന് നിനക്ക് എന്ത് ആവശ്യമാണെന്നുള്ളത് അറിയാം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം അത് അവിടെ ദൈവം വെച്ചിട്ടുണ്ട്, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് നിനക്ക് ലഭിക്കുന്നില്ല. അതിൻ്റെ കാരണം ആ ഉപമയിൽ നോക്കുമ്പോൾ ഈ ദൂതപുത്രൻ്റെ ഉപമ ലൂക്ക 15:22 നോക്കുമ്പോഴത്തേക്കും എപ്പോഴും ഒരു നോട്ട്ബുക്ക് വെക്കണം കേട്ടോ. നിങ്ങൾ എവിടെ പോകുമ്പോഴും ഒരു ചെറിയ നോട്ട്ബുക്ക് വെക്കണം. പ്രാർത്ഥനയുടെ ഒരു ചെറിയ ബൈബിൾ, ഇത്രയുള്ള ബൈബിളെങ്കിലും വയ്ക്കാം. അത് ശീലിക്കണം എല്ലാവരും. നമുക്കെന്താ കാര്യമെന്ന് വെച്ചാൽ 6 കാര്യങ്ങൾ ഉടമ്പടി കൊടുക്കുക, അത് നടന്നു കഴിഞ്ഞാൽ മതി. അത് പ്രത്യേകിച്ച് എന്നോട് കൗൺസിലിങ്ങിൻ്റെ ആൾക്കാർ വിളിക്കുമ്പോൾ പ്രത്യേകം പറയും, ബ്രദറെ 4 നടന്നിട്ട് 2 നടന്നിട്ടേ ഇല്ല. അതിലേക്കാണ് നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിനറിയാം. അപ്പം നിൻ്റെ അനുഗ്രഹങ്ങൾ ദൈവം മുൻകൂട്ടി തന്നെ വെച്ചിരിക്കുക. അവിടെ നിനക്ക് തരാൻ വേണ്ടി ആഗ്രഹിച്ച് വെച്ചിരിക്കുക. പക്ഷെ അത് നമുക്ക് ലഭിക്കുന്നില്ല. അത് ദൂതപുത്രൻ്റെ ഉപമയിൽ നോക്കുമ്പോഴത്തേക്കും 15:22 നോക്കുമ്പോഴത്തേക്കും ഇവൻ ഇളയ മകൻ പാവം ചെയ്ത് അച്ഛനിലിരുന്ന് പാപം ചെയ്യുമ്പോൾ എന്താ, പാപം ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ അകന്നു പോവുക, ദൈവത്തിലിരുന്ന് അകന്നു പോകുന്നതിനാണ് നമ്മൾ പാപം ചെയ്യുക എന്ന് പറയുക. അപ്പോൾ അവൻ അച്ഛനിലിരുന്ന് അകന്നുപോയി പാപം ചെയ്ത് കുറേ ബുദ്ധിമുട്ട് അവനിക്കുണ്ടായി. അത് അത്രയും ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ അവൻ അനുതപിച്ച് തിരിച്ചു വരാൻ ഇടയായി. പ്രൈസ് ദി ലോർഡ്. ഇതിൽ അനുതപിച്ച് അവൻ തിരിച്ച് അച്ഛൻ്റെ ഇടത്തിലേക്ക് തിരിച്ചു വന്ന് അവൻ മനസ്സിൽ വിചാരിച്ചത്
ഞാൻ അച്ഛനോട് പോയി പറയും, അച്ഛോ ഞാൻ നിനക്കെതിരെയും ദൈവത്തിനെതിരെ പാപം ചെയ്തു പോയി. നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ പണിക്കാരനിൽ ഒരുവനായിട്ട് എന്നെ വെച്ചിരുന്നാൽ മതി, എനിക്ക് അത്രയും മതി, എനിക്ക് ഭക്ഷണം പോലും ഇല്ല, ആ സ്ഥിതിയിലാണ് ഉള്ളത് ഞാൻ. അത്രയും മാത്രം അവൻ മനസ്സിൽ വിചാരിച്ച് അവൻ തിരിച്ചു വന്നു കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവനാകെ അനുദപിക്കുക മാത്രമേ ചെയ്തുള്ളൂ, ബാക്കി കാര്യം അച്ഛൻ പറയിപ്പിച്ചില്ല അവനെ കൊണ്ട്. അച്ഛനെപ്പോഴും മകനോട് ഒരു വിലയുണ്ട്, സ്നേഹമുണ്ട്. അവൻ അനുദപിക്കുക ചെയ്തത്, ഞാൻ നിനക്കെതിരെയും ദൈവത്തിനെതിരെയും പാപം ചെയ്തു പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൊച്ചു അറിഞ്ഞോട്ടെ, അതിലേക്ക് ശ്രദ്ധിക്കേണ്ട. നമുക്ക് കുറേ ശ്രദ്ധിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ശ്രദ്ധിക്കുമ്പോഴാണ് വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അച്ഛൻ അപ്പം തന്നെ അവനിക്ക് എന്താ ചെയ്തത്? അവനിക്ക് വേണ്ടിയിട്ടുള്ളൊരു മോതിരം എടുത്തുകൊണ്ട് പോയി കൊടുക്കും, വസ്ത്രം കൊടുക്കും, ഒരു ചെരുപ്പും കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് മോതിരവും ചെരുപ്പും വസ്ത്രവും മുൻകൂട്ടി അവിടെ ഉണ്ടായിരുന്ന, അത് അവനിക്ക് തടസ്സമായിരുന്നതിൻ്റെ കാരണം എന്താ? അവ അനുദപിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നുവെച്ചാൽ അവിടെ അപ്പം പോയിട്ട് അച്ഛൻ പോയിട്ട് ഒരു മോതിരം ഉണ്ടാക്കി കൊണ്ടുപോകും, ആ അളവിന്, അവൻ്റെ വിരലിൻ്റെ അളവിന് ഒരു മോതിരവും, തയ്യക്കാരൻ്റെ അടുത്ത് പോയിട്ട് ഈ വസ്ത്രം തയ്ച്ച് കൊണ്ടുപോവാ, ഇല്ല ചെരുപ്പ് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ അവൻ്റെ അളവിനുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ കൂടി അവനിക്ക് ലഭിക്കാതിരുന്ന കാരണം എന്താണ്? അത് അനുദപിച്ചിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ നിൻ്റെ അളവിനുള്ള സാധനങ്ങളെല്ലാം ദൈവം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. നിനക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ, നിനക്ക് എന്തൊക്കെ കുറവുണ്ടോ, ഇപ്പോൾ നിങ്ങൾ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കുറവുകളാണ്. അതെല്ലാം നിൻ്റെ അളവിന് ദൈവം അതെല്ലാം സൃഷ്ടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. നിനക്ക് ലഭിക്കാത്ത കാരണം അത് നമ്മ അനുദപിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മളൊക്കെ ഈ കുമ്പസാരിച്ച് വെറുതെ ഒരു പോയം പറയണ പോലെ, ഒരു പാട്ട് പാടണ പോലെ ചിലവർ കുമ്പസാരിക്കും, അതിന് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു അവബോധത്തോടെ നമ്മ ദൈവത്തോടത് ഏറ്റു പറയണം. എന്നിട്ട് എന്നോട് കരുണയായിരിക്കണമെന്ന് ദൈവത്തോട് പറയണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ശ്രമിക്കേണ്ടത്, നീ എന്ത് പാവമാണോ ചെയ്ത് അതിനെ അനുദപിച്ചോ, അത് അടുത്ത പ്രാവശ്യം അത് ആവർത്തിക്കാതെ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് യഥാർത്ഥ അനുതാപം. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു കടമയാണ്. പോയി കുമ്പസാരിച്ച് കഴിഞ്ഞാൽ, ഇല്ല ദൈവത്തോട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർന്ന്, പിന്നെ അടുത്ത പ്രാവശ്യം കുമ്പസാരിച്ച് 1 മണിക്കൂർ വേണ്ട, അത് തന്നെ ആവർത്തിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇത് ദൈവം മുൻകൂട്ടി തന്നെ നമ്മളെ ക്ഷമിച്ചിരിക്കുക. പക്ഷെ ആ അനുഗ്രഹം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛൻ മകനെ നോക്കി നിൽക്കുക. ഇവൻ അനുദപിച്ച എൻ്റെ മകൻ എൻ്റെ അടുത്തേക്ക്, അനുദപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിലേക്ക് തിരിച്ചു വരിക എന്ന് പറയണതാണ്. അവൻ അനുദപിച്ച് കഴിയുമ്പോഴാണ് ദൈവത്തിലേക്ക് വന്നത്. പാപം ചെയ്യുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോവും, അനുദപിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് നമ്മൾ എത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ദിവസവും കിടക്കണതിന് മുമ്പ് ഒരു കൊന്ത ചൊല്ലിക്കഴിയുമ്പോൾ, കൊന്ത ചൊല്ലുമ്പോൾ കൊന്തയിൽ നിങ്ങളെ നിയോഗം തന്നെ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, മധ്യസ്ഥം പ്രാർത്ഥിക്കുക. പലവരിക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അമ്മ മാതാവിനോട് പറയണം, ഞാൻ ചെയ്ത പാവങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തരണേ അമ്മേ, എന്നോട് കരുണയായിരിക്കണേ. കരുണ മാത്രമാണ് നമ്മൾ എല്ലാവർക്കും എന്ത് പാവം ചെയ്താലും നമുക്ക് ഒരു യോഗ്യതയില്ലാതെ ലഭിക്കുന്നത്. കരുണയുടെ അർത്ഥം തന്നെ യോഗ്യതയില്ലാതെ ലഭിക്കുന്നതിൻ്റെ പേരാ കരുണ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്നോട് കരുണയായിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ദൈവം ഇല്ലെന്ന് പറയില്ല, അത് തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദിവസം രാത്രി കിടക്കണതിന് മുമ്പ് ഒരു കൊന്ത ചൊല്ലുമ്പോൾ അമ്മയോട് പറയണത്, എനിക്ക് വെളിപ്പെടുത്തി തരണേ ഞാൻ ചെയ്ത പാവം,
ഈശോനെതിരായിട്ട് ഞാൻ ചെയ്ത പാവം, ദൈവത്തിനെതിരായിട്ട് ഞാൻ ചെയ്ത പാവത്തെ എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം.